ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഭയങ്കര സന്തോഷവും അതിലുപരി കുറേ വൈകാരികമായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് ഈ ദിവസം എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത അത്രയധികം ഞാൻ സൂക്ഷിക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ മാമോദിസയാണ്. അവനിപ്പോൾ 6 വയസ്സായി. അപ്പോൾ ഇപ്പോഴാണ് അവന് മാമോദിസ നടത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നത് കേട്ടോ. ഒത്തിരി ആർഭാടങ്ങളോ ആരെയും വിളിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല. ജോമോൻ്റെ ഫാമിലിയും മാത്രമാണ്. ജോമോനും ഞാനും ജോമോൻ്റെ ഫാമിലിയും മാത്രമാണ് മാമോദിസയ്ക്ക് ഉണ്ടായിരുന്നത്. പൊതുമാമോദിസയാണ് കേട്ടോ. അപ്പോൾ പള്ളിയിലെ പൊതുമാമോദിസയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിനൊപ്പം തന്നെ വേറൊരു ബേബിയുടെയും കൂടി മാമോദിസ ഉണ്ടായിരുന്നു. അത് കൊച്ചാട്ടോ. അപ്പോൾ ഇവനാണ് ഇത്രയും വലിയ കുഞ്ഞായിട്ട് മാമോദിസയായിട്ടുള്ളത്. അപ്പം മാമോദിസയുടെ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഇത് എത്രത്തോളം മുഴുവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ കേസുകളും കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്കറിയാം. എന്തുകൊണ്ട് മോൻ്റെ മാമോദിസ ഇത്ര താമസിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ കോർട്ട് മാരേജ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ചർച്ച് മാരേജ് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് മാമോദിസ കൊടുക്കണമെങ്കിൽ 5 വയസ്സിന് ശേഷം അരമനയിൽ നിന്ന് ലെറ്ററൊക്കെ കിട്ടിയതിന് ശേഷം വേണമായിരുന്നു. അങ്ങനെ അരമനയിൽ നിന്ന് ലെറ്ററൊക്കെ കിട്ടിയത് ഇപ്പോഴാണ്. അപ്പം ഇത്രയും വലുതായത് കൊണ്ട് തന്നെ ഞങ്ങൾ ആരെയും വിളിച്ച് നടത്തുന്നില്ല. അവന് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് വേണം, ദൈവത്തിൻ്റെ കൃപ വേണമെന്ന് മാത്രമാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഇനിയും ചടങ്ങുകൾ വരുമല്ലോ, ദൈവം സഹായിക്കുവാണെങ്കിൽ അപ്പോൾ കൂടുതൽ നല്ല കാര്യങ്ങളായിട്ട് നടത്താം. ഇപ്പം അവൻ ദൈവത്തെ അറിയണം, അവന് മാമോദിസ കിട്ടണമെന്ന് മാത്രമുള്ളൊരു ആഗ്രഹവും പ്രാർത്ഥനയും മാത്രമായിരുന്നു ഇത്രയും വർഷങ്ങളായിട്ട്. കുറേ പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ ഇതിന് മുൻകൈ എടുത്തതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇപ്പോഴാണ് അതിന് ദൈവം അനുവദിച്ച സമയം. അങ്ങനെ കുഞ്ഞിൻ്റെ മാമോദിസയാണ് കേട്ടോ ഇന്ന്. ഞങ്ങൾ പരികർമ്മം ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താലും മക്കൾക്കും ജീവനിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സകലത്തിന്റെയും വിശ്വാസം പറയാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാവുകയും ചെയ്യട്ടെ. ഇപ്പോൾ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജോഹാൻ മാമോദിസ സമർപ്പിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വിശുദ്ധയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവർ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ജീവിക്കുവാൻ ഇവരെ ശക്തരാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇവരിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസർക്ക് സ്വീകരിച്ച ജോഹാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണനാക്കുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആത്മീയ ആനന്ദത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും അടയാളമായി ജോഹാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. മാമോദിസ വഴി ദൈവപുത്രരായി തീർന്ന ഈ മക്കളോട് ചേർന്ന് നമുക്കും ദൈവത്തെ പിതാവെ എന്ന് വിളിച്ച് അപേക്ഷിക്കാം. ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഞാൻ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. കാരണം വേറൊന്നുമല്ല, അവനുണ്ടായി ഒരു 28 ദിവസമായപ്പോൾ തൊട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. പള്ളിയിലാണെങ്കിലും എല്ലാം
അപ്പം ഇങ്ങനൊരു കാര്യം ഉള്ളത് കൊണ്ട് അവന് മാമോദിസ കൊടുക്കാത്തതുകൊണ്ട് പല വിഷമങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഏതൊരു അമ്മയുടെ ഒരു ആഗ്രഹമായിരിക്കുമല്ലോ നമ്മുടെ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ പള്ളിയിൽ കയറി ഒരു മാമോദിസ കിട്ടണം എന്നൊക്കെ ഉള്ളത്. അപ്പം അതൊക്കെ കിട്ടാത്തതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നടക്കില്ല എന്ന് പറഞ്ഞിരുന്ന മാമോദിസ പെട്ടെന്ന് കിട്ടിയപ്പം ഉള്ള ഒരു സങ്കടമാണ് കേട്ടോ കണ്ടത്. ഇത് നമ്മുടെ പള്ളിയിൽ കൊച്ചച്ഛനാണ്, കൊച്ചച്ഛനാണ് മോൻ്റെ മാമോദിസ മുക്കിയത്. അതിനുശേഷം കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടികളായിരുന്നു. അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം ബിരിയാണിയുടെ അരിയിലോട്ട് വെള്ളം വരുന്നതിലേക്ക് കുറച്ച് ക്യാരറ്റായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ ചെന്ന് നോക്കിയേ. അങ്ങനെ കട്ടിക്കരിഞ്ഞ ഇതിട്ടോ ക്യാരറ്റിൻ്റെ അതിനകത്ത്. അയ്യോ അപ്പൊ ആ വലിയ ക്യാരറ്റ് കൊണ്ടിട്ട് അത് സ്ഥലത്ത് തിളയ്ക്കുമ്പോ വന്നോളൂ. വേണ്ടുന്നതല്ല അത് വലുതായിട്ട് കിടക്കുമ്പോ സുഖം ഉണ്ടാവില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, പലരും പല രീതിയിൽ വരുമ്പോ ഒക്കെ പ്രശ്നമാവും. അതാണ് ഞാൻ പിന്നെ ഞാൻ സാറിന് പോയി എടുക്കാൻ പറ്റുമോ മൂട് പോയാ ചേടാ പറയാമേ. ഏത് ബർക്കത്തരി ബർക്കത്തില്ലാത്ത സാധനം. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും മേടിച്ചാൽ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മഞ്ഞ പുതിനയില വാളകിരി വെട്ടമുള്ളത് വെട്ടമുണ്ടോ? ആ സൗണ്ട് ഓഫ് ചെയ്ത് പോയാലേ. മുളക് മല്ലിയില വെച്ചിട്ടുണ്ട്. അത് ഈ അരി എനിക്കറിയില്ല. അരിട്ടോ അല്ല ചോറിട്ടോ. വീട്ടിലെ പൊന്നമ്മി കൊടയാൽ എന്തേലൊക്കെ ഒന്ന് പറ, എന്തേലൊക്കെ ഒന്ന് പറ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കേ. എൻ്റെ പൈനാപ്പിൾ ദൈവമേ, ഞാൻ എവിടെ കൊണ്ട് പോകണോ? ഇടുമ്പോൾ ശ്രദ്ധിക്കണോ, ചിലപ്പോൾ അധികമായിട്ട് പുറത്തു പോകും. കൊള്ളേണ്ടതാണ്. ചില അരിയുടെ ആയിട്ടുണ്ട്. ഇനി ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്. വണ്ടി നടക്കുന്ന രസമല്ല കേട്ടോ. അത് എന്നെ കൊണ്ട് പറ്റണത് ഞാൻ വെച്ചേ. എന്ത് കറി വലിച്ചിട്ടുണ്ടാ മുടിയാ ശരി പൊന്തിക്ക് ഞാൻ ബസ്സിലാണിട്ടെ ഒരു മണം വരുന്നുണ്ടായിരുന്നു. മണം നല്ല
പക്ഷെ നിങ്ങൾ അരി എന്നോട് വേവണമെന്ന് പറഞ്ഞില്ലല്ലോ. അത് ദോഷം. അരിയില് നല്ല മണം, സൂപ്പർ മണം. ഇതാ ഇത് വെള്ളം ഒഴിക്കാട്ടോ. അതിൽ കിടക്കുന്ന കരിയെ ആ മതി. എനിക്ക് മാത്രമേ ഇങ്ങനെയുള്ള അരിശ ചേർക്കലുള്ളൂ. നോക്കിയേ എന്താ കണ്ട കണ്ട ഇതാ സൂപ്പർ ഗ്രേവി ഉണ്ടോ, തിക്ക് ഗ്രേവി. ഇത് കഷ്ണം നമുക്ക് കഷ്ടമാണ് കേട്ടോ. അല്ല അടുപ്പിനകത്ത് പോകണമെന്നുള്ളൂ. അപ്പത്തെ അവിടെ കഴിക്കരുത് കേട്ടോ. ഇതിൻ്റെ ജീവൻ പോകും ചൂട്. ഉപ്പ് നോക്കി തൊട്ടിട്ട് ഉണ്ടോ ഇരുന്ന് ബിരിയാണി അയ്യോ ഞാൻ എന്ത് ബിരിയാണി തിന്നോക്കില്ല, പിന്നെ സൂപ്പർ പറഞ്ഞ് തിന്നിട്ടില്ല, സൂപ്പറാണ്. ആ അപ്പൊ വേണമെങ്കിൽ വിശ്വസിക്കാം. ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണി ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ ജിമ്മിന് പോയ സമയത്ത് അനിയന്മാരും എല്ലാം കൂടി ചേർന്നിട്ട് അവന് വേണ്ടിയിട്ടൊരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതാണ് മമ്മിയുടെ അനിയത്തിയുടെ മോൻ, ഇളയവനാണ്. അപ്പം അവൻ കിളി പോയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ വലിയ ആഘോഷങ്ങളോ ആരവങ്ങളോ ഒന്നും ഇല്ലാണ്ട് ചെറിയ രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടി ഒരു കേക്ക് കട്ടിങ് കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജിമ്മിൽ പോയി വന്നതിന് ശേഷം വീണ്ടും പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു. അങ്ങനെ ഇപ്പോൾ ഇവിടെ കേക്ക് കട്ടിങ്ങാണ്. ആ ചുറ്റും കാണുന്ന പ്രകാശവലയം പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ ദൈവിക വലയൊന്നും അല്ല കേട്ടോ. നമുക്ക് റിംഗ് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ടോർച്ച് ഇങ്ങനെ അടിച്ചു വെച്ചേക്കാണ്. വെട്ടം വേണ്ടേപ്പാ. അപ്പം നമ്മൾ ബലൂൺ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അവിടുത്തെ ലൈറ്റ് ഇടാൻ പറ്റത്തില്ല. പിന്നെ മേളത്തെ ലൈറ്റിന് അത്രയ്ക്കും അങ്ങോട്ടും ഒരു പ്രകാശം ഇല്ലാതാണ്. അപ്പോൾ റിംഗ് ലൈറ്റിൻ്റെ അഭാവത്തിൽ നമ്മൾ ബുദ്ധിക്ക് കളിച്ചു, ടോർച്ച് വെച്ചിട്ട് നമ്മൾ പിടിച്ചു. അപ്പോൾ ഇത് ജോമോൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെയാണ്. ഇതാണ് അനിയൻ. കുഞ്ഞു കുട്ടിയായിട്ട് കൊടുത്തോ. ആരെയും വിളിക്കാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇത്രയൊക്കെ കാണിച്ചു കൂട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ വലുതായി വന്നതിന് ശേഷം അവൻ ചോദിക്കരുതല്ലോ എൻ്റെ മാമോദിസയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ഫോട്ടോയോ വീഡിയോ ഒന്നും ഇല്ലല്ലോ എന്ന് അവൻ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അവൻ ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു ഫുട്ടേജാണിത്. അങ്ങനെ എല്ലാം കൂടി കൂട്ടിക്കലർത്തി അങ്ങോട്ട് യൂട്യൂബിലും കൂടി ഇട്ട്, യൂട്യൂബ് ഉള്ളിടത്തോളം കാലം നമുക്ക് ഈ വീഡിയോസ് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നിന്ന് കാണാമല്ലോ, അതിന് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് വളരെ എന്താ പറയുക സമാധാനപരമായിട്ട് ഈ ഒരു ദിവസം കടന്നുപോയി. ദൈവത്തിന് മാത്രമേ എനിക്ക് നന്ദി പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ജോഹാൻ കുഞ്ഞിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.